ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ജർമ്മൻ ഇക്കണോമിസ്റ്റായ യോക്കിംഗ് ക്ലമന്റിന്റെ പ്രവചനം ഇന്നലെ അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതായത് ജപ്പാൻ ബ്രസീലിനോട് പരാജയപ്പെട്ട് പുറത്തായി. പക്ഷെ അതിന് പിന്നാലെ യോക്കിംഗ് ക്ലമന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഫൈനലിൽ നെതർലൻഡ്സ് കാത്തിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ പ്രവചനം നെതർലൻഡ്സ് കിരീടം ഉയർത്തും, ഫൈനലിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നെതർലൻഡ്സ് കിരീടം ഉയർത്തും എന്നായിരുന്നു യോക്കിംഗ് ക്ലമന്റ് പറഞ്ഞിരുന്നത്. പിന്നീട് ബ്രസീലിനെ ഫൈനലിൽ നെതർലൻഡ്സ് കാത്തിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ മാറുകയും ചെയ്തു. പക്ഷെ അതും ഇപ്പോൾ തേയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നെതർലൻഡ്സ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ പോലും കാണാതെ പുറത്തായിരിക്കുന്നു. കപ്പടിക്കുമെന്ന് യോക്കിം പറഞ്ഞ അതേ നെതർലൻഡ്സ് ഇപ്പോൾ പ്രീ ക്വാർട്ടർ യോഗ്യത പോലും നേടാനാവാതെ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നടന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ മൊറോക്കോയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് നെതർലൻഡ്സിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതായത് ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല. പിന്നീട് രണ്ടാം പകുതിയിൽ 75-ാമത്തെ മിനിറ്റിൽ കോഡി ഗാക്പോയുടെ ഒരു ഗോൾ പിറന്നു എന്നുള്ളതാണ്. സമ്മർവില്ലിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത്. എന്നാൽ ഏറ്റവും അവസാനത്തിൽ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ അതിന് മറുപടി നൽകാൻ മൊറോക്കോക്ക് കഴിഞ്ഞു. ഇസ്സയുടെ ഒരു തകർപ്പൻ ഹെഡർ ഗോൾ പിറന്നു. അങ്ങനെ നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനില പാലിച്ചു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ പോയി. അവിടെയും സമനില തന്നെയായിരുന്നു ഫലം. ഇതോടുകൂടിയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആവേശകരമായ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൊറോക്കോയുടെയും അതുപോലെ തന്നെ നെതർലൻഡ്സിന്റെയും താരങ്ങൾ മത്സരിച്ച് പെനാൽറ്റി പാഴാക്കി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ സമ്മർവില്ലിന്റെ പെനാൽറ്റി യാസിൻ ബോനോ തടഞ്ഞിടുകയായിരുന്നു. പിന്നീട് സൈബരി ഗോളാക്കി മാറ്റിയതോടുകൂടി നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൊറോക്കോ ഇപ്പോൾ മുന്നോട്ട് പോയി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 നെതർലൻഡ്സ് ഇപ്പോൾ മൊറോക്കോയോട് പരാജയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും മൊറോക്കോ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.